പാലക്കാട്ടേക്കാണ് ആദ്യം ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടപ്രദക്ഷിണത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇരട്ട വോട്ടിൽ നടപടി ആവശ്യപ്പെട്ട് ഇടതുമുന്നണി ഇന്ന് കളക്ടറേറ്റിലേക്ക് മാർച്ചും നടത്തുന്നുണ്ട്. വൈകിട്ട് 4:30 മുതൽ 6:30 വരെ പാലക്കാട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, മണിക്കൂറുകൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത് കൊട്ടിക്കലാശത്തിന്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൊട്ടിക്കലാശത്തിന് സമാനമാകുന്ന തരത്തിൽ തന്നെയായിരുന്നു പാലക്കാട്ടെ പ്രചരണങ്ങൾ ഓരോ ദിവസവും അവസാനിക്കാറ്. ഇന്ന് ഏതൊക്കെ കേന്ദ്രങ്ങളിൽ ആണ് കൊട്ടിക്കലാശം പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്? എന്താണ് വിവരങ്ങൾ? കൊട്ടിക്കലാശത്തിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. രാവിലെ തന്നെ സ്ഥാനാർത്ഥികളുടെ പതിവ് പര്യടനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 3 പോയിന്റുകളിൽ നിന്ന് 3 മുന്നണികളുടെയും വൈകുന്നേരത്തെ കൊട്ടിക്കലാശ പര്യടനം ആരംഭിക്കും. അതിനുമുമ്പ് തന്നെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. അതിനിടയിലാണ് ഇന്ന് ഇടതുമുന്നണിയുടെ വലിയൊരു പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റിലേക്ക് നടക്കുന്നത്. 10:30 മാർച്ച് ആരംഭിക്കും. കളക്ടറേറ്റിന് മുന്നിൽ CPM-ന്റെ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ മാർച്ചിൽ പങ്കെടുക്കും. ഇരട്ട വോട്ട്, കള്ള വോട്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തുന്നത്. 2700-ഓളം വ്യാജ വോട്ട്, ഇരട്ട വോട്ട് ഇവിടെ പാലക്കാട് മണ്ഡലത്തിലുണ്ട്. കോൺഗ്രസും BJP-യും അത്തരത്തിൽ വോട്ട് ചേർത്തു എന്ന ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണത്. BJP-യുടെ ജില്ലാ അധ്യക്ഷനടക്കമുള്ളവർക്ക് ഇവിടെ ഇരട്ട വോട്ടുണ്ട്, അത് വ്യാജ വോട്ടാണെന്ന് CPM ആരോപിക്കുന്നു. മാത്രവുമല്ല, BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പേരിലും അത്തരം ആരോപണമുണ്ട്. BJP RSS-ന്റെ ജില്ലാ കാര്യാലയമായ സമന്വയയിൽ 26 വോട്ട്. അങ്ങനെ ഓരോ സ്ഥലത്തെയും വോട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് CPM ആരോപണം ഉന്നയിച്ചത്. ഈ വോട്ടുകളൊക്കെ തടയണം, ഡിലീറ്റ് ചെയ്യണം, പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യമാണ് CPM മുന്നോട്ട് വച്ചത്. പക്ഷേ അത് സാങ്കേതികമായി നടക്കില്ലെന്ന് കണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണാധികാരി ആ ആവശ്യം തള്ളിക്കളഞ്ഞു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കളക്ടറേറ്റിലേക്ക് ഇടതുമുന്നണി മാർച്ച് നടത്തുന്നത്. ഈ വോട്ടിന്റെ കാര്യത്തിലും, അതായത് ഈ ഇരട്ട വോട്ടുകൾ ഒഴിവാക്കിയില്ലെങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക്, വോട്ടെടുപ്പ് ദിനം കൂടി പ്രതിഷേധങ്ങൾക്കിടയാക്കുമെന്ന സൂചനകളും CPM നൽകിയിട്ടുണ്ട്. ഈ വോട്ട്, ഇത്തരത്തിൽ വ്യാജ വോട്ടുള്ളവരുടെ പേരുകൾ ബൂത്തുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കും, അവരെ തടയും എന്നൊരു സൂചന കൂടി CPM നൽകുന്നു. സ്വാഭാവികമായും വോട്ടെടുപ്പ് ദിവസം അത് വലിയ സംഘർഷത്തിന് ഇടയാക്കുമെന്ന ആശങ്കയും ഉയർന്നു വരുന്നു. കോൺഗ്രസ് ആകട്ടെ വലിയ ആത്മവിശ്വാസത്തിലാണ്. പാലക്കാട് ഒന്നും തങ്ങൾക്ക് സംഭവിക്കാനില്ല, എല്ലാം തങ്ങൾക്ക് അനുകൂലം, വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം ജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ, UDF നേതാക്കൾ ഉയർത്തുന്നത്. അവരും വലിയ തയ്യാറെടുപ്പുകളോടെയാണ് ഈ കൊട്ടിക്കലാശത്തിനായി ഒരുങ്ങുന്നത്. BJP ആകട്ടെ 70,000-ലധികം വോട്ട് ഇത്തവണ പിടിക്കുമെന്ന ആത്മവിശ്വാസമാണ് രാവിലെ നമ്മോട് സംസാരിക്കുമ്പോൾ C. കൃഷ്ണകുമാർ, പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി, പ്രകടിപ്പിക്കുന്നത്. അവരും എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും കൊട്ടിക്കലാശത്തിനായി ഒരുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 2 ദിവസത്തെ പര്യടനം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അവസാനിച്ചു. പാണക്കാട് തങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യരുടെ BJP കോൺഗ്രസ് പ്രവേശനത്തിൽ പാണക്കാട് തങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രസംഗിച്ചത്, നിലപാടെടുത്തത്. അതിനെതിരെ ഇപ്പോൾ ലീഗ് നേതൃത്വം UDF-ഉം രംഗത്ത് വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് സംഘീയ മനസ്സാണെന്ന ആരോപണമാണ് KM ഷാജി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ തങ്ങൾക്കെതിരെയുള്ള മുഖ്യമന്ത്രി വിമർശനവും സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനവും പാണക്കാട്ട് തങ്ങളെ കണ്ടതുമൊക്കെ വലിയ ചർച്ചയാകും. സന്ദീപ് വാര്യരുടെ മുൻകാല നിലപാടുകൾ ചൂണ്ടിക്കാട്ടിയാണ് CPM അത്തരമൊരു വിമർശനത്തിലേക്ക് കടക്കുന്നത്. RSS ബന്ധം, RSS നയങ്ങൾ, RSS പ്രത്യയശാസ്ത്രം ഉപേക്ഷിക്കാതെയാണ് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ പോയത്. അത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വെല്ലുവിളിയാണ്. ന്യൂനപക്ഷങ്ങൾ അതിന് മറുപടി നൽകുമെന്ന ഒരു പ്രതീക്ഷയാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യരെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ്. സന്ദീപ് വാര്യരുടെ വരവ് തങ്ങൾക്ക് RSS അനുകൂല മേഖലകളിൽ പോലും ഗുണം ചെയ്യും. മൂത്താന്തറ അടക്കമുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റി പരിധിയിൽ, നഗരസഭാ പരിധിയിലുള്ള BJP ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വോട്ട് കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സന്ദീപ് വാര്യർ കഴിയുമെന്ന പ്രതീക്ഷയാണ് UDF കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഒരു വോട്ട് പോലും അവിടെ നിന്ന് പോകില്ല. സന്ദീപ് വാര്യർ പോയതുകൊണ്ട് BJP ഒന്നുകൂടി ശക്തിപ്പെടുകയാണ് ഇവിടെ എന്ന ഒരു ആത്മവിശ്വാസമാണ് BJP കേന്ദ്രങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും പാലക്കാട് എന്തായാലും അരുൺ സൂചിപ്പിക്കുന്നത് പോലെ പാലക്കാട് ഒട്ടേറെ വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലമാണ്. ഒരുപക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും അധികം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് വയനാടിനും ചേലക്കരയ്ക്കും ഒക്കെ അപ്പുറം പാലക്കാട് ആയിരുന്നു. ഏറ്റവും ഒടുവിൽ അത് ഇരട്ട വോട്ട് വിവാദത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കപ്പെടുന്നത് ഏതാണ്ട് 3000-ൽ താഴെ വോട്ടുകൾ, ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അരുൺ, നമുക്കെന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇപ്പോൾ പാലക്കാട് പോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിനൊക്കെ ആകാം ആര് വിജയിച്ചാലും വിജയിക്കുക. അപ്പോൾ അങ്ങനെ വിജയിച്ചാൽ ഈ ഇരട്ട വോട്ട് പോലെയുള്ള വിഷയങ്ങൾ
വീണ്ടും ചർച്ചയാക്കുകയോ അത് നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയോ അല്ലെങ്കിൽ വിജയപരാജയങ്ങളിൽ തന്നെ എതിർപ്പുകളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുവാനുള്ള സാധ്യത കൂടിയല്ലേ തുറന്നിടുന്നത്? തീർച്ചയായും 2700 വോട്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വളരെ നിർണായകമാണ്. പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ആരെന്നൊക്കെ പ്രവചിക്കുന്ന അപ്പുറത്തേക്ക് 3 മുന്നണികളും വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾ, എല്ലാ സംവിധാനം ഉപയോഗിച്ചുള്ള പ്രചരണങ്ങൾ, ശക്തമായ മത്സരം ഇവിടെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ത്രികോണ പോരാട്ടം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2700 വോട്ടെന്ന് പറയുമ്പോൾ അതിൽ 2000 പോൾ ചെയ്യപ്പെട്ടാലും 2500 പോൾ ചെയ്യപ്പെട്ടാലും അത് വലിയ കണക്കാണ്. അത് ആർക്ക് അനുകൂലമെന്നൊക്കെ വോട്ടെടുപ്പിന് ശേഷം മാത്രം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് CPM ഇത്തരമൊരു ആശങ്ക. CPM സ്വാഭാവികമായും സാധാരണഗതിയിൽ വളരെ കൃത്യമായി വോട്ട് ചേർക്കുന്ന ഒരു സംവിധാനം, സംഘടനാ സംവിധാനം CPM ഉള്ളതാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഒന്നാകെ ഉറങ്ങിപ്പോയ ഒരു സംഘടനാ സംവിധാനമാണ് CPM-ന്റേത്, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലൊക്കെ. അതുകൊണ്ടാണ് തങ്ങൾക്ക് അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങളുടെ ഭാഗമായുള്ള വോട്ട് ചേർക്കൽ പ്രക്രിയയിലടക്കം ആ രീതിയിൽ മുന്നോട്ട് പോകാൻ CPM-ന് കഴിയാതെ പോയത്. അവിടെയാണ് കോൺഗ്രസും BJP-യും 6000-ലധികം വോട്ടുകൾ ചേർത്തു എന്ന് അവകാശവാദം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അവിടെയാണ് 2700 എന്ന സംഖ്യ, അത് ഇരട്ട വോട്ടാണ്. 2700 ഇരട്ട വോട്ടെന്ന് തെളിയിക്കത്തക്ക വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നില്ല. പക്ഷേ പല വോട്ടുകളും CPM ആരോപിച്ചത് പോലുള്ള പല നിരവധി വോട്ടുകൾ അത്തരത്തിൽ ഇരട്ട വോട്ട് ഉണ്ട് എന്ന വസ്തുതയാണ്. അതുകൊണ്ടാണ് CPM ഇത് ബൂത്തുകളിൽ ഇത് ചലഞ്ച് ചെയ്താൽ അത് സ്വാഭാവികമായും അത് മറ്റൊരു സംവിധാനം, ടെൻഡർ വോട്ടടക്കം പോലുള്ള ചാലഞ്ചിങ് വോട്ടുകൾ മറ്റൊരു സംവിധാനത്തിലേക്ക് മാറ്റിവെക്കും. പിന്നീട് ഭൂരിപക്ഷം ഈ 2700 അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യപ്പെട്ട വോട്ടുകൾ എത്രയാണോ ആ വോട്ടുകളുടെക്കാൾ കുറവാണെങ്കിൽ വീണ്ടും ആ വോട്ട് എണ്ണുന്ന അവസ്ഥയിലേക്ക് പോകും. അവിടെയാണ് ഈ വോട്ടുകൾ നിർണായകമായി തീരാൻ പോകുന്നത്. ഒന്ന്, ഈ വോട്ടുകൾ ബൂത്തിലേക്ക് എത്തുമ്പോൾ അവിടെ തടഞ്ഞാൽ, അത് കോൺഗ്രസിനും പരാതിയുണ്ട്, കള്ളവോട്ടുണ്ട് എന്നുള്ളത്. കോൺഗ്രസോ CPM-ഓ BJP-യോ ആര് തടഞ്ഞാലും അത് പിന്നീട് അവിടെ സംഘർഷാത്മകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അല്ല അതിനുശേഷവും ചലഞ്ച് ചെയ്ത് വോട്ട് ചെയ്യാൻ പ്രിസൈഡിംഗ് ഓഫീസ് അനുവദിച്ചാലും ആ വോട്ടുകൾ വളരെ നിർണായകമായി, ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ കണക്കെടുപ്പുകൾ വളരെ നിർണായകമായി മാറും. അതാണ് മുന്നണികളെ ആശയക്കുഴപ്പത്തിലും ആശങ്കയിലുമാക്കുന്നത്. ഈ ഓരോ വോട്ടും നിർണായകമാണ് പാലക്കാട്. ഓരോ വോട്ടും അതുകൊണ്ട് തന്നെ പരമാവധി തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ മുന്നണികൾ, സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനം ആ വിഷയങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും ഇടതുമുന്നണിയുടെ ആവശ്യവും കോൺഗ്രസിന്റെ ആവശ്യവും തെരഞ്ഞെടുപ്പ് വിശദീകരണത്തിൽ പരിഗണിച്ചിട്ടില്ല. ഈ അവസാന ഘട്ടത്തിൽ ഇരട്ട വോട്ടുകൾ ഒഴിവാക്കാനോ അത് ഒഴിവാക്കി പട്ടിക ശുദ്ധീകരിച്ച് പുതിയ പട്ടിക ഇറക്കാനോ ഒന്നും കഴിയില്ല. കാരണം ഇത് ഒരു മണ്ഡലത്തിൽ മാത്രമാണ് വോട്ടെടുപ്പ്. അപ്പോൾ മറ്റൊരു മണ്ഡലത്തിൽ വോട്ടെടുപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ അവിടെ വോട്ട് ചെയ്ത് തിരികെ അവിടുത്തെ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ വോട്ട് ചെയ്യാം, അങ്ങനെ സംവിധാനം നൽകാൻ കഴിയില്ല. അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് വോട്ട് ചെയ്യാൻ നിയമപരമായി തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം അനുമതിയുണ്ട്, അവകാശമുണ്ട്. അത് സ്വാഭാവികമായി വിനിയോഗിക്കപ്പെടും. അത് ഏതെങ്കിലും എതിർ പാർട്ടികൾക്ക്, എതിർ സ്ഥാനാർത്ഥികൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അവർ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ചലഞ്ച് ചെയ്യുന്ന വോട്ടുകൾ മറ്റൊരു പെട്ടിയിലേക്ക് മാറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഭൂരിപക്ഷം വളരെ കുറവാണെങ്കിൽ ഈ വോട്ടുകൾ കൂടി എണ്ണേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യും. ഏതായാലും അത്യന്തം സംഘർഷാത്മകമായ ഒരു സാഹചര്യം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ദിനം ഇത് ബൂത്തുകളിൽ ഉണ്ടാക്കിയേക്കാം. എല്ലാ കള്ളവോട്ടുകളും തടയും, ഇരട്ട വോട്ടുകളും തടയും എന്ന പ്രഖ്യാപനം CPM നടത്തിയിട്ടുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത്തരത്തിൽ ഇരട്ട വോട്ടുള്ള ആളുകളുടെ, വ്യാജ വോട്ടുകളുടെ ഉള്ള ആളുകളുടെ പേരുകൾ ബൂത്തുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കും. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇവർ വ്യാജ വോട്ടർമാരാണ്, കള്ള വോട്ടർമാരാണെന്ന ആരോപണം ഉന്നയിക്കും. എന്നിട്ടും ആരെങ്കിലും വോട്ട് ചെയ്യണമെന്നാൽ അപ്പോൾ കാണാം എന്ന മറുപടിയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നൽകിയത്. P. സരിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വോട്ടുമൊക്കെ ഇത്തരത്തിൽ 3 മാസത്തിനുള്ളിൽ ചേർത്ത വോട്ടാണ്, അത് വ്യാജ വോട്ടല്ലേ എന്ന ചോദ്യവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. സരിനും സൗമ്യ സരിനും വാർത്താ സമ്മേളനം നടത്തി തങ്ങളുടെ വീട്ടിലാണ്, യഥാർത്ഥ വീട്ടിലാണ്, തങ്ങൾ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്, എന്താണ് അവിടെ വോട്ട് ചെയ്താൽ തെറ്റെന്ന ചോദ്യമായി അവരും വന്നിട്ടുണ്ട്. അങ്ങനെ അവർക്കെതിരെയും ആരോപണമുണ്ട്. പക്ഷേ ഈ 2700 വോട്ടുകൾ ഒരുപക്ഷെ പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് വിധിയെ നിർണ്ണയിക്കാൻ പോകും തന്നെയാകും. അവിടെയാണ് ഇത്രയധികം സംഘർഷാത്മക അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്കയും ഉയർന്നു വരുന്നത്. ഏതായാലും അവസാനവട്ട കൂടിയാലോചനകളിലും ചർച്ചകളിലുമാണ് മുന്നണി നേതൃത്വങ്ങൾ. ഞാനുള്ളത് CPM-ന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. AK ബാലൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇവിടെയുണ്ട്. നിരവധി വിഷയങ്ങൾ മാറി മാറി വരുന്നു. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം, പാണക്കാട് തങ്ങളെ വിമർശിച്ച മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് ലീഗും കോൺഗ്രസും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമൊക്കെ രംഗത്ത് വന്നു. അതിലെ പ്രതികരണങ്ങൾ വൈകാതെ CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പാണക്കാട് തങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച, അവരെ കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്ത ഒരു ആളെ എങ്ങനെയാണ് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതും അവിടെ നിന്ന് എങ്ങനെയാണ് അയാൾ പാണക്കാട് കുടപ്പുര തറവാട്ടിലേക്ക് എത്തിയതെന്ന ചോദ്യമാണ് CPM ഉയർത്തുന്നത്. ആ പേരിലാണ് തങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മനസ്സുള്ളയാളാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ നയങ്ങൾ നടപ്പാക്കുന്നയാളാണ് സാദിഖ് അലി തങ്ങൾ. മുൻപത്തെ തങ്ങളെപ്പോലെയല്ല ഇപ്പോഴത്തെ പാണക്കാട് തങ്ങൾ എന്ന വിമർശനമൊക്കെ ഉന്നയിച്ചുകൊണ്ട് വളരെ രൂക്ഷ വിമർശനമാണ് ഇന്നലെ പാലക്കാട്ടെ പൊതുയോഗങ്ങൾ, പ്രത്യേകിച്ച് കണ്ണാടിയിലെ പൊതുയോഗത്തിലൊക്കെ മുഖ്യമന്ത്രി
പാണക്കാട് തങ്ങൾക്കും ലീഗിനുമെതിരെ ഉന്നയിച്ചത്. അതേ നാണയത്തിൽ മറുപടി പറഞ്ഞ് കെ എം ഷാജി അടക്കമുള്ള ലീഗ് നേതാക്കളും രംഗത്ത് വന്നു. ഇന്ന് പി കെ ഫിറോസ് പാലക്കാട് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാഭാവികമായും തങ്ങളുടെ വിമർശനവും ഈ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശവും ഒക്കെ ഇനിയുള്ള മണിക്കൂറുകളിലും അതിശക്തമായ ചർച്ചാ വിഷയമായി നിർത്താൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. അതിന് അതേ നാണയത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യരെ ചേർത്ത് പിടിക്കുകയാണ് UDF. തീർച്ചയായും അങ്ങനെ UDF-ഉം അതോടൊപ്പം LDF-ഉം ഒപ്പം BJP-യും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് അവസാന മണിക്കൂറുകളിലും വെച്ചു പുലർത്തുന്നത്. ഇന്ന് കലാശക്കൊട്ടിനോടൊപ്പം തന്നെയാണ് ഇരട്ട വോട്ട് നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇടതുമുന്നണിയുടെ കളക്ടറേറ്റ് മാർച്ചും നടക്കാൻ പോകുന്നത്. VV അരുൺ പാർട്ടി ഓഫീസിൽ തന്നെ ആണ് ഉള്ളത്, പാർട്ടി ഓഫീസിന് സമീപം ആണ് ഉള്ളത്. ഈ കളക്ടറേറ്റ് മാർച്ചിന്റെ സമയം വ്യക്തമായി നമുക്ക് അറിയേണ്ടതുണ്ട്. സാധാരണ നിലയിൽ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPM-ന് നേരെ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നായിരുന്നു കള്ളവോട്ട് ആരോപണം എങ്കിൽ ഇത്തവണ കള്ളവോട്ടല്ല ഇരട്ട വോട്ട് എന്ന ആരോപണം ഉന്നയിക്കുകയാണ് CPIM. ഞാൻ അരുണിലേക്ക് തന്നെ തിരികെ എത്താം. അപ്പോൾ പാലക്കാട് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന മണിക്കൂറുകളിലും പ്രതീക്ഷ പുലർത്തുന്നത്. നേതാക്കൾ പാർട്ടിയിലേക്ക് വരുന്നത് ഓപ്പറേഷൻ ഹസ്ത എന്ന നിലയിൽ അല്ല, BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് അല്ല കോൺഗ്രസിലേക്ക് എത്തുന്നത് എന്നും രാഹുൽ ന്യൂസ് 18നോട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ വീടുകൾ കയറിയുള്ള പ്രചാരണത്തിലാണ് ഉള്ളത്. ജൈനിമേഡിൽ നിന്നാണ് പ്രചാരണം നടത്തുന്നത്. ഏറ്റവും അവസാന ദിവസം പരമാവധി വീടുകൾ കയറുക എന്നുള്ളതാണ് ഉച്ചയ്ക്ക് കൊട്ടിക്കലാശത്തിന് മുന്നിലുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യം. വീടുകൾക്കുള്ളിലേക്ക് കയറിപ്പോലും വോട്ടർമാരെ കണ്ടുകൊണ്ട് വോട്ട് തേടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഓരോ മുന്നണികളും ഉള്ളത്. ഇന്നത്തെ ഒരു പ്രതീക്ഷ എങ്ങനെ എന്നൊക്കെയുള്ളത് നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. വീടിനുള്ളിലെത്തി ഓരോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2018 വെള്ളം കയറി. പിന്നുള്ള വർഷങ്ങളിൽ എത്ര വരെ വരും? പിന്നുള്ള വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2020 വെള്ളം ഫുള്ളായിരുന്നു. അകത്തേക്ക് വന്നില്ല, ആ ഉയരം വരെ വന്നു അല്ലേ? അപ്പൊ ഇതിന് ഉയരം കൂടുക വേണ്ടേ ഈ മതിലിന്റെ? ബണ്ട് വലുതാക്കുക വേണ്ടേ? ഈ സൈഡ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കും. വെള്ളം നിന്നിട്ട് അപ്പൊ ഞങ്ങൾ തൽക്കാലം വെള്ളം ഇങ്ങോട്ട് കയറണ്ട പറഞ്ഞിട്ട് വീട് പോകണ്ട പറഞ്ഞ ഒരു പ്രാവശ്യം പോയതാണ്. ഞങ്ങൾക്ക് കണ്ടമായ നഷ്ടം വന്നതാണ്. അപ്പൊ ഇങ്ങോട്ട് കയറണ്ട പറഞ്ഞിട്ട് മതിലിങ്ങനെ കെട്ടിയാണ്. ബണ്ടിന്റെ ഒരു കാര്യമാണ് നമുക്ക് ആവശ്യമുള്ളത്. അറ്റം വരെ കെട്ടാണ്ട് ഓരോരുത്തരുടെ വീട്ടിന്റെ ബാക്കിൽ അവരുടെ പണം ഉണ്ടാ കാരണം അവര് സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പൊതുവായിട്ടുള്ളൊരു സാധനമല്ലേ? ജനകീയ പ്രശ്നങ്ങൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു രാഹുൽ ജയിക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണോ ഇങ്ങനെ എല്ലാ വീടുകളിലും ഇതാണ് പറയുന്നത്? ഞാൻ തുടക്കം തൊട്ട് പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. കാരണം ഇപ്പൊ നിങ്ങള് ഇന്നിപ്പോ വന്നപ്പോ കണ്ടല്ലോ, ഓരോ മനുഷ്യന്മാരും അവരവരുടെ ജീവിത പ്രശ്നമാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ചേച്ചി പറഞ്ഞത് അവർക്ക് വീടില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് പറഞ്ഞത്. അവിടെ വീട് കൊടുക്കാനായിട്ട് റെയിൽവേയുമായി ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ്. അപ്പൊ വീട് നിർമ്മാണത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറൊരു ചേച്ചി പറഞ്ഞ ലൈഫിൽ അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ വരാത്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ വേറെ കുറച്ച് ആളുകൾ പറഞ്ഞത് വഴിയുടെ ഒരു പ്രശ്നം പറഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ റെയിൽവേയുടെ ഒരു പെർമിഷന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം 2018 വെള്ളപ്പൊക്കത്തിൽ വീട്ടിൽ വെള്ളം കയറി. അപ്പൊ അതിന്റെ ഈ പിന്നെ ഇതിനോട് ചേർന്നിട്ടുള്ള മതില് ഉയർത്തണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഞാൻ തുടക്കം തൊട്ട് എന്റെ പ്രശ്നം ഇതാണ്. ഞാനല്ലാതെ മാധ്യമങ്ങളോട് എന്തെങ്കിലും അനിഷ്ടം കാണിക്കുന്നതല്ല. എന്റെ പ്രശ്നം നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ വീണ്ടും ഇവരെ കാണണമല്ലോ. അപ്പൊ അവർ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ, നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തായി തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം ഇല്ലാണ്ടായി പോകും. അപ്പൊ നമുക്ക് വിവാദങ്ങൾക്ക് എല്ലാം സ്പേസ് കൊടുത്തു. ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ പറയുന്നത് രാഹുൽ ജയിക്കുമെന്ന് അവർക്കൊരു ഉറപ്പ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് കൂടിയാണ്. അങ്ങനെ ആയിരിക്കാം. അത് സ്വാഭാവികമായിട്ടും ഇവിടെ മതേതര മുന്നണി ജയിക്കും എന്നും UDF-ന്റെ ഒരു ഷുവർ സീറ്റ് ആണെന്നൊക്കെ അവർക്കൊരു ധാരണയുണ്ടല്ലോ. പിന്നെ അവർ വോട്ട് ചെയ്യാൻ പോകുന്നവരാണല്ലോ. അപ്പൊ അവരുടെ ആ ഒരു താല്പര്യമായിരിക്കാം. ഇന്നും ഇലക്ഷൻ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടോ? കോൺഗ്രസ് വമ്പൻ ഓപ്പറേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ ഇലക്ഷൻ ഓപ്പറേഷൻസ് ഒന്നുമില്ല. ഞങ്ങൾ പരമാവധി ജനങ്ങളെ കാണുക, ജനങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നതിനപ്പുറം മറ്റു അങ്ങനെ ഞങ്ങൾക്ക് വളഞ്ഞ വഴികളില്ല. പിന്നെ ഞങ്ങൾ തുടക്കത്തിൽ ചിലരൊക്കെ വരും എന്ന് പറഞ്ഞിട്ടേ ഇന്നലെയും രാഹുൽ പറഞ്ഞിരുന്നു ഇനിയും ചിലർ വരുമെന്ന്. അങ്ങനെ ഉണ്ടോ? ഇന്നുണ്ടോ? അല്ല, അത് വരും എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ എന്താ പറയാ ഒരു ഞങ്ങളെന്തോ നടത്തുന്ന നാടകമല്ല. അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ നിലപാടുകളോടും അടുപ്പുള്ള മറ്റു പാർട്ടിയിലെ ആളുകളുണ്ട്. കാരണം ഈ പാലക്കാടിന്റെ പ്രത്യേകത ഹൈലി സെക്യുലർ ആണ്.
വർഗീയതയ്ക്കെതിരായിട്ടുള്ള തുറന്ന നിലപാടെടുത്ത ട്രസലാണ്. അപ്പൊ അതിനെ കളങ്കം വരുത്തുന്ന ശ്രമങ്ങൾ മറ്റു പാർട്ടികളിൽ നിന്നുണ്ടാകുമ്പോൾ ആ പാർട്ടിക്കകത്ത് തന്നെ ഫൈറ്റ് ഉണ്ടാകും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഇലക്ഷൻ ഓറിയന്റഡ് കാര്യമല്ല പറയുന്നത്. ചിലത് പൊളിഞ്ഞു എന്ന് സുരേന്ദ്രൻ ഇന്നലെ പറയുന്നുണ്ട്. ഓപ്പറേഷൻ ഹസ്ത 2.5 കോടി ചെലവാക്കി ഉന്നത നേതാക്കൾ 9 കൌൺസിലർ അത് പൊളിഞ്ഞെന്നൊക്കെ ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നലെ പറയുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഇലക്ഷന് മുന്നേ ഇത്ര പേരെ എത്തിക്കാമെന്ന് പറയുന്ന ഓപ്പറേഷൻ ലോട്ടസ് ഓപ്പറേഷൻ ഹസ്ത എന്നൊക്കെ പറയുന്നുണ്ട് കോൺഗ്രസ്സുകാർ തന്നെ. ഓപ്പറേഷൻ ഹസ്ത അങ്ങനല്ല, നമ്മൾ നിലപാടാണ്. ആ നിലപാടിന്റെ ഭാഗമായിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം. എത്ര ഭൂരിപക്ഷം കിട്ടും അതോടെ ഞാൻ നമ്പർ പറയുന്നില്ല. എന്തായാലും ഇവരൊക്കെ തരുന്ന സ്നേഹത്തിന് ഒരു ആധികാരികത ഉണ്ടാകും. എന്തായാലും അതാണ് രാഹുലിന്റെ നിലപാട്. ഈ ഓപ്പറേഷൻ ഹസ്ത എന്നൊക്കെ പല കോൺഗ്രസ് നേതാക്കളും പറയുമ്പോൾ അങ്ങനെ ഒരു പേരിലല്ല എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അത്തരം നീക്കങ്ങൾ തുടരുന്നതായും രാഹുൽ സൂചന നൽകുന്നുണ്ട്. പ്രജിത് കോങ്ങാടിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 പാലക്കാട്. യെസ്, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിൽ, അതായത് ഓപ്പറേഷൻ ഹസ്ത പോലെയുള്ള പരാമർശങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഇപ്പോൾ കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം